സിനിമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദർശാണെങ്കിൽ നമ്മൾ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീൽ ഉറപ്പിക്കാനും ടെൻഡറൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ ആദർശാണെങ്കിൽ ബോംബെയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ദേവ്യാനി അടുത്ത് മുത്തശ്ശൻ്റെ അടുത്തും അതുപോലെ നയനെ അടുത്തൊക്കെ യാത്ര ചോദിച്ചിട്ടാണെങ്കിൽ ആദർശമാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ദേവ്യാനി ആണെങ്കിലും നയനെ ആണെങ്കിലും ഒക്കെ പൂജാ റൂമിലായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ടെൻഡർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തകർച്ച തന്നെ നോക്കിയാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും തകർന്ന് ഇരിപ്പുണ്ട് അനന്തപുരി തറവാട്. അപ്പോഴത്തേക്കാണെങ്കിൽ ആ ഒരു ഉറപ്പ് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദർശാണെങ്കിൽ ബോംബെയിൽ ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദർശാണെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എൻ ജ്വല്ലറിയിലെ ഡേവിഡിനെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അയാളെ കൂടാണെങ്കിൽ വേറെ ആദർശന് പരിചയമുള്ള ഒരാളെയൊക്കെ ആദർശ് കാണുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ അയാൾ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ കണ്ടപ്പോഴേ ആദർശനൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇത് എനിക്ക് അറിയുന്ന പരിചയമുള്ള ആളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശാണെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ആദർശം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മളെ ജലജാൻറ്റിയുടെ ഭർത്താവല്ലേ, അനാമികയുടെയും അബിയുടെയൊക്കെ അച്ഛനാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളെന്താ ഏൻ ജ്വല്ലറി ആയിട്ടുള്ള ഇടപാടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതും ആദർശാണെങ്കിൽ ഇങ്ങനെ ഡൗട്ട് വരുന്നുണ്ട്. ആദർശാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഏൻ ജ്വല്ലറിയിൽ നിന്നിട്ടാണെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഒളിഞ്ഞു നിൽക്കുന്ന ആളെ പിന്നെ ജലജാൻറ്റിയുടെ ഭർത്താവാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയമൊക്കെ ഉണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ ഇയാളെ ഫോട്ടോ എടുത്തിട്ട് മുത്തശ്ശനെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശ നമ്മളെ ശത്രു ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് വേറെ ആരുമല്ല മുത്തശ്ശ, അത് ജലജാനിയുടെ ഭർത്താവാണ്, അമ്മിയുടെയും അവന്തികയുടെയൊക്കെ അച്ഛൻ തന്നെയാണ് മുത്തശ്ശ. അപ്പോഴത്തേക്ക് വേറെ ആരുമല്ല. അപ്പം നമ്മൾ അവന്തികയാണെങ്കിലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കത്തില്ല അനന്തപുരി തറവാട്ടിലേക്ക് വന്നത്, നമ്മളെ തകർച്ച കാണാൻ വേണ്ടി തന്നെയാണ് അവൾ അച്ഛൻ തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചായിരിക്കും. എന്നിട്ട് അവളിപ്പോൾ എല്ലാവരെയും മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുമായിരിക്കും മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവളെ സ്വഭാവത്തിനും കാര്യത്തിനൊന്നും ഒരു മാറ്റമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അവളിപ്പോൾ നമ്മളെല്ലാവരെയും മുമ്പിൽ അഭിനയിച്ചിട്ട് നമ്മളെയൊക്കെ ഒരു സ്നേഹവും വിശ്വാസമൊക്കെ നമ്മളെ നിന്ന് പിടിച്ചു പറ്റാൻ വേണ്ടി അവളെ നോക്കുന്നത് ആ മുത്തശ്ശ, അല്ലാതെ അവളെ ഒരു പക്വതയും കാര്യങ്ങളും ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശമാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയും. അവന്തികയാണെങ്കിൽ അവിടെ ഇപ്പോൾ എല്ലാവരെയും വിശ്വാസമൊക്കെ മേടിച്ച് അവിടെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശ, നമ്മളെ ഇല്ലാതാക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കും. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഈ കാര്യമാണെങ്കിൽ അനന്തപുരിയിലാണെങ്കിൽ എല്ലായിടത്തും പറയുന്നുണ്ട് കേട്ടോ. ദേവേൻ്റെ അടുത്ത് അതിനെ അടുത്ത് കണക്ക് തന്നെ അജയൻ്റെ അടുത്തും ജയൻ്റെ അടുത്തൊക്കെ എല്ലായിടത്തും മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ പറഞ്ഞതല്ലേ, എന്തായാലും നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുള്ളവർ തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ ശത്രുക്കൾക്ക് ചോർത്ത് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവന്തികയാണെങ്കിലും അവിയാണെങ്കിലും ഒക്കെ നമ്മളെ തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ ഇവിടെ നിന്ന് ഓരോരുത്തർക്ക് അതിൻ്റെ ന്യൂസും കാര്യങ്ങളും നമ്മളെ വീട്ടിൽ നടക്കുന്നതൊക്കെ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവരെല്ലാവരും ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് ഈ വീടൊന്ന് ശുദ്ധീകരണം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നയനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവന്തിക്ക് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നയനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആദർശാണെങ്കിൽ നേരെ ചെന്നിട്ടാണെങ്കിൽ നാഗേന്ദ്രനെ പോയി കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞത്, എന്തായാലും അത് നിങ്ങളാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് കണ്ട് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം നേർക്ക് നേരെ പോരാടാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നാഗേന്ദ്രനും പറയുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാളെ മനസ്സിലായില്ലല്ലോ, ഞാൻ ഒളിഞ്ഞിരുന്നല്ലേ ഞാൻ ഇതാക്കിക്കൊണ്ടിരുന്നത്, എന്തായാലും ഇനിയിപ്പോൾ ശരി നിങ്ങൾക്ക് ഞാനാണെന്നുള്ള കാര്യവും മനസ്സിലായിട്ടുണ്ടല്ലോ, നമുക്ക് നേർക്ക് നേരെ തന്നെ ഏറ്റുമുട്ടാൻ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ആ ശരി നമുക്ക് ഇത് നേർക്ക് നേരെ തന്നെ ഏറ്റുമുട്ടാം, ആരാ എവിടെ നിന്ന് വാലും ചുരുട്ടി ഓടുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാമെന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നേരെ അമേരിക്കൻ കമ്പനിയായിട്ടൊക്കെ സംസാരിച്ചിട്ടാണെങ്കിൽ ആദർശാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ സ്വർണ്ണത്തിൻ്റെ തൂക്കവും മൂല്യവും എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ എല്ലാം കാണിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് തന്നെയാണ് ഏൻ ജ്വല്ലറിക്കാരുമാണെങ്കിലും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദർശിൻ്റെ അവരെ മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ നമ്മൾ അമേരിക്ക കമ്പനിക്കാരാണെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെയാണ് അവർ ആ ഒരു ഡീലൊക്കെ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഏൻ ജ്വല്ലറിക്കാരാണെങ്കിൽ ആഹ് നാണം കെട്ട് തല കുനിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഒരാളെ കരുവാക്കി എടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്കിട്ട് പണി തരാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഇപ്പോൾ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ നവ്യ വെച്ചല്ലേ കളിക്കുന്നത്, അതിനിപ്പോൾ എത്ര വരെ പോകാമെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഇതല്ലേ, ഇപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് വിജയിച്ചില്ലെന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല, എന്തായാലും അന്തിമ വിജയം എന്നും പറഞ്ഞൊരു വിജയം ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ഞാൻ തന്നെ മുമ്പിൽ വന്ന് വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ അവിടെ
അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മൾ ആദർശമാണെങ്കിൽ വിജയിച്ച സന്തോഷത്തിലൊക്കെ ആണെങ്കിൽ ആദർശം അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കിലും മധുരമൊക്കെ കൊടുത്ത് ആദർശനാണെങ്കിലും സ്വീകരിക്കുന്നുണ്ട്. അവിടെ അനന്തപുരിയിലാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അഭിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും അറിയത്തില്ല ഇവരെ ഏറ്റവും വലിയ ശത്രു നമ്മളെ ജലജയുടെ ഭർത്താവാണെന്നുള്ള കാര്യമൊന്നും അവർ പറഞ്ഞിട്ടും ഇല്ല. അങ്ങനെ ആണെങ്കിൽ നാഗേന്ദ്രനെ വിളിക്കുകയും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവന്തിക അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്തികാണെങ്കിൽ ആകെ സങ്കടത്തോടെയൊക്കെ ആണെങ്കിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശം മുത്തശ്ശനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയുള്ള എന്താ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു സന്തോഷമില്ലല്ലോ, നമ്മളെ കുടുംബത്താണെങ്കിൽ ഇത്രയും വലിയ സന്തോഷവും വിജയവും ഒക്കെ കിട്ടിയിട്ട് നിനക്ക് എന്താ അതിനുള്ളൊരു സന്തോഷമില്ലാത്ത, നിനക്കപ്പോൾ വേറെ ആരെങ്കിലും വിജയത്തിനാണോ നീ ആഗ്രഹിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വേറെ ആരും വിജയത്തിനകത്ത് ഞാൻ സന്തോഷിക്കാനും ഞാൻ നമ്മളൊക്കെ കിട്ടുന്ന ഒരു വിജയത്തിനല്ലേ മുത്തശ്ശ ഞാൻ സന്തോഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന്തികയാണെങ്കിൽ അവിടെ അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ടല്ലോ മോനെ, എന്തായാലും ഇവിടെ എന്തായാലും നമുക്കിനി ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ, ഇവിടെ ഓരോ പെരുമാറ്റത്തിലും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണമെന്നൊക്കെ ആണെങ്കിലും നമ്മൾ ആദർശൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.